സ്റ്റോറി ഡയറക്ഷൻ ബൈ ഫെബിൻ സിദ്ധാർത്ഥ്. നിഖില വിമൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് റിലീസായിരിക്കുന്ന പെണ്ണ് കേസ് എന്ന സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ദളപതിയുടെ ഈ ആഴ്ച റിലീസിന് വെച്ചിരുന്ന സിനിമ ക്യാൻസൽ ആയതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി തിയേറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അതിൽ പലയിടങ്ങളിലും രാജസാബ് കളിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ തിയേറ്ററുകാർ എത്തിച്ചേരുന്നു. ആ സമയത്ത് തിയേറ്ററുകാർക്കും കൂടി ഉപകാരം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരു പുതിയ സിനിമ തിയേറ്ററിലേക്ക് വരിക എന്നുള്ളത്. സോ പെണ്ണ് കേസിൻ്റെ ഏറ്റവും നല്ലൊരു ലാൻഡിങ് ടൈം അവരിതിനു മുമ്പ് റിലീസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേറ്റ് മാറ്റിവെച്ചു, അടുത്ത ആഴ്ചത്തേക്കാണ് വെച്ചിരുന്നത്. പക്ഷേ പ്രീപോൺ ചെയ്തിട്ട് ഈ ആഴ്ച റിലീസിന് തിയേറ്ററുകളിലേക്ക് എത്തി. കുറച്ച് ആളുകളെങ്കിലും അത് അറിയാതെ പോയിട്ടുണ്ടാവും. ഇതൊരു അറിയിപ്പായിട്ട് കൂടി കൂട്ടാം. സിനിമയുടെ സംവിധായകനും രശ്മി രാധാകൃഷ്ണനും കൂടി ചേർന്നിട്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. അങ്കിത് മേനോനാണ് ഇതിൻ്റെ മ്യൂസിക്. ഷിനോസിൻ്റെ DOP ആണ്. ഷമീർ മുഹമ്മദാണ് സിനിമ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയെക്കുറിച്ച് വളരെ സിമ്പിളായി ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ, നിങ്ങൾ വല്ല കാലത്തൊക്കെ ഒരു സിനിമ കാണൽ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കാത്ത, മറ്റു ഭാഷകളിലും വിദേശ ഭാഷകളിലും ഇറങ്ങുന്ന ക്രൈം ത്രില്ലർ അന്വേഷണ ഗണത്തിൽപ്പെടുന്ന സിനിമകളൊന്നും അധികം ശ്രദ്ധിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര രസമായിട്ട് തോന്നും. പക്ഷേ ആസ് എ പേഴ്സൺ ലൈക്ക് മീ, ഈ പറഞ്ഞ സിനിമ ഘടകങ്ങളൊക്കെ സ്ഥിരം കണ്ട് ശീലിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കിത് ഹൈലി പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. ഓരോ സംഭവങ്ങളും എന്താവുമെന്ന് ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു തുടക്കം മുതലേ. എന്നെ സംബന്ധിച്ച് അതൊക്കെ അതുപോലെ തന്നെ സംഭവിച്ചു. നിഖില വാസ് ഗുഡ്, ഹക്കീം ഷാ വാസ് ഗുഡ്. എല്ലാവരും ആർട്ടിസ്റ്റുകളൊക്കെ നല്ലതായിരുന്നു. മ്യൂസിക്കും വിഷ്വലും ഒക്കെ ഒരു ഓളത്തിൽ പോകുന്നുണ്ട്. ഹ്യൂമർ എലമെൻറ്റ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വർക്കാവുന്നുണ്ട്. പക്ഷേ ഈ സിനിമ കണ്ടു തീരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു ചാർജ് ഉണ്ട്. ആ ചാർജ് എനിക്ക് കിട്ടിയോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാര്യം എന്നെ സംബന്ധിച്ച് എനിക്കിതിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വരുള്ളൂ. ഈ മറ്റേ പ്രായമുള്ള ആൾക്കാരൊക്കെ പറയില്ലേ, എനിക്കന്നേ അറിയാമായിരുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥയിലാണ് ഞാൻ ഈ സിനിമ കണ്ടു തീർത്തത്. പോസിറ്റീവ്സ് നമ്മളീ പറഞ്ഞ പോലെ പെർഫോമൻസ് എല്ലാവരും നല്ലതായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ കാസർഗോഡിയൻ, കണ്ണൂർ സിനിമകളിൽ അല്ലെങ്കിൽ മലബാർ ഏരിയയിൽ നിന്ന് വരുന്ന സിനിമകളിൽ ഈ അടുത്തിടെയായി കണ്ടിട്ടുള്ള മുഖങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. അവരെല്ലാവരും ഈവൻ വെറുതെ നിൽക്കുമ്പോൾ പോലും, ഈ അവിഹിതം സിനിമയിലുള്ള ഒരു പുള്ളിക്കാരൻ ഈ സിനിമയിലുണ്ട്. അജുവറീസ് ഡയലോഗ് പറഞ്ഞ അടുത്ത ആൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഇയാൾ വെറുതെ സ്ക്രീനിൽ നിൽക്കുക. അവിടെയും അയാൾ ക്യാരക്ടറായിട്ടാണ് നിൽക്കുന്നത്, ഭയങ്കര രസമായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ പോലീസുകാർ, നമ്മൾ ഇന്നാത്താൻ കേസ് കൂട് സിനിമ മുതൽ ഇങ്ങോട്ടേക്ക് കണ്ടിട്ടുള്ള ആളുകളൊക്കെയാണ്. എല്ലാവരും വളരെ രസമായിട്ടാണ് ചെയ്തത്. നിഖില വിമൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിലുടനീളം ആ ക്യാരക്ടറിനെ അങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ട്. അവരവരുടെ ജോലി നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമയുടെ ഒരു ടോട്ടാലിറ്റിയിൽ ഓരോ ഘടകങ്ങളും അവർ പ്ലേസ് ചെയ്യുന്നത്, ചില ആൾക്കാർ വന്ന് ഡയലോഗ് പറയുമ്പോൾ ആ പറച്ചിലൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യും. ഇപ്പം ഇതാണ് വരാൻ പോകുന്നത് എന്ന് പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ അങ്ങനെയാണ് എനിക്കിത് പ്രഡിക്റ്റബിളായിട്ട് മാറുന്നത്. പക്ഷേ പെർഫോമൻസ് വൈസ് ആ ക്യാരക്ടറിൻ്റെ ഒരു ഫാക്ടറിനെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നിഖിലയ്ക്ക് പറ്റുന്നുണ്ട്. ഹക്കീം ഷാ വളരെ കൺവിൻസിങ് ആയിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലെ ആ ഒരു മ്യൂസിക് പരിപാടിയൊക്കെ നല്ലതായിരുന്നു. സൗണ്ടിങ് നല്ല രസമായിട്ട് തോന്നി. എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ പരിപാടിയൊക്കെയാണ്. വിഷ്വൽസും നല്ല രസമായിട്ട് തന്നെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കല്യാണം, മണവാട്ടി ആ ഒരു ഫീലിലൊക്കെയാണ് നിഖിലയുടെ കുറേ ഷോട്ട്സ് വരുന്നത്. അതങ്ങനെയുണ്ട്. എന്നാൽ അതേസമയം ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്, സ്പോയിലർ ആവുമെന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. അങ്ങനെ ഈ സിനിമയ്ക്ക് എന്താണോ ആവശ്യമുള്ളത് ആ രീതിയിൽ അതിൻ്റെ വിഷ്വൽ പരിപാടികളൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഹ്യൂമർ അത്യാവശ്യമൊക്കെ രസമായിട്ട് പോകുന്നുണ്ട്. 1-2 ഇടങ്ങളിൽ തിയേറ്റർ മൊത്തത്തിലൊന്ന് അലയടിക്കുന്നത് പോലത്തെ ഒരു പഞ്ച് കിട്ടുന്നുണ്ടായിരുന്നു. ബാക്കി മൊത്തത്തിലൊരു ചെറിയ പുഞ്ചിരി എലമെൻ്റ് ആണ്. പക്ഷേ എനിക്ക് അതിലൊരു ചെറിയ വിയോജിപ്പുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ചില ആളുകൾക്കെങ്കിലും ഈ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് കേൾക്കാനൊരു ആഗ്രഹം ഉണ്ടാവും. ഫസ്റ്റ് ഹാഫ് വാസ് ആൻ ഓക്കേഷ് പരിപാടി. എന്നെ സംബന്ധിച്ച് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ ആരംഭിച്ചു പോയല്ലോ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി എൻഗേജിങ് ആണ്. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി എൻഗേജിങ് ആയി പോകുന്ന പോലെ തോന്നി. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് ഈ ക്ലോഷർ കിട്ടാത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ അവർ ആ ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സിനിമയിൽ കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ളതൊന്ന് വെറുതെ എങ്കിലും ഒന്ന് കാണിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പെണ്ണ് കേസ് എന്നാണ് സിനിമയുടെ പേര്. ഒരു പെണ്ണുണ്ടാക്കുന്ന കേസാണ്. കുറേ ആണുങ്ങളെയാണ് അത് ബാധിച്ചിട്ടുള്ളതെന്ന് ട്രെയിലറൊക്കെ കാണുന്ന ഏതൊരാൾ മോഹിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിഖില വിമൽ ഒരു ബോയ് ഫ്രണ്ട് ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ ബോയ് ഫ്രണ്ട് അദ്ദേഹം ചില സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്ത രീതിയൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഹീറോ മെറ്റീരിയൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റായിട്ട് കുറച്ചും കൂടി നോർമലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ അവതരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേസമയം എനിക്കൊരു ചോദ്യചിഹ്നം പോലെ തോന്നിയത്, ഇതിനകത്ത് ഈ വിവാഹം നടത്തി പറ്റിക്കപ്പെടുന്ന ആളുകളായിട്ട് വരുന്ന പുരുഷന്മാരുണ്ടല്ലോ, ഇവരിലൊക്കെയും ഒരു കോമഡി കണ്ടൻറ്റാണ് ഈ സിനിമയിൽ ഉടനീളം അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് മരക കയ്യിലിരിപ്പിന് കിട്ടി ചമ്മി അയ്യേ എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു ആംഗിളിൽ മാത്രമാണ് ഈ ക്യാരക്ടേഴ്സിനെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു പ്രായത്തിനപ്പുറവും വിവാഹം നടക്കാതെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ആണായാലും പെണ്ണായാലും ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ഒക്കെ അത് വളരെ പെയിൻഫുള്ളാണ്. നമ്മുടെ സൊസൈറ്റി അങ്ങനെയുള്ള ആളുകളെ ഡീൽ ചെയ്യുന്നതും വളരെ മോശമായിട്ടാണ്. അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ്, അതിലൂടെ ഉണ്ടാകുന്ന മാനസിക ശാരീരിക പ്രശ്നങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൽ എവിടെയും ഒരു സ്ഥലത്തും ഈ പറയുന്ന ഒരു പെയിനിൻ്റെ എലമെൻറ്റിനെ അവർ ട്രീറ്റ് ചെയ്തിട്ടില്ല. എല്ലാത്തിനെയും കോമഡി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇതിലുള്ള ഓരോ പുരുഷ കഥാപാത്രത്തെയും കാണിച്ചു കഴിയുമ്പോൾ അവൻ ഇത് വേണം അല്ലെങ്കിൽ കണക്കായിപ്പോയി എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലാണ് ആ അവതരണ പരിപാടി ഉള്ളത്. ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ നമ്മളിതിനെ ഒരു സ്ത്രീവിരുദ്ധ സിനിമ എന്നോ അല്ലെങ്കിൽ സ്ത്രീകളുടെ ആ വിഷമത്തിനെ കോമഡിയാക്കി കാണിച്ചു അല്ലെങ്കിൽ ഒരു കുറ്റക്കാരനെ ഇവിടെ ഗ്ലോറിഫൈ ചെയ്തു എന്നൊക്കെയാണ് പറയുക. ഇവിടെ നേരെ തിരിച്ച് സംഭവിച്ചിരിക്കുന്ന ഇതേ കാര്യം തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിലൊരു ഹ്യൂമർ ഇവർക്ക് കണ്ടെത്തണമല്ലോ. ഈ സിനിമയുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ. ഞാനിപ്പോൾ ഒരു 2-3 സെൻറ്റൻസിൽ എനിക്ക് പറഞ്ഞു തീർക്കാവുന്ന കഥയാണ് ഈ സിനിമയ്ക്കുള്ളത്. ആ കഥയ്ക്കകത്ത് ഇത് ഈ പറയുന്ന ഇത്രയും സമയം നീട്ടിക്കൊണ്ടു പോകാൻ ഈ ഹ്യൂമർ ആഡ് ചെയ്ത് പോവുക, ഇതിൽ കുറച്ച് കോമഡിയൊക്കെ കാണിച്ച് ആൾക്കാരെയൊക്കെ രസിപ്പിച്ച് പോകുക എന്നുള്ളതാണ് ഇവർ എടുത്തിട്ടുള്ളൊരു ടേക്ക്. പ്രത്യേകിച്ച് അവരതിന് ചേരുന്ന ആൾക്കാരെയൊക്കെ തന്നെയാണ് ഇതിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തൊരു പെർട്ടിക്കുലർ സീനിൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം അടിയിൽ നീ നശിപ്പിച്ചതെന്നൊരു അമ്മ പറയുന്നുണ്ട്. ആ അമ്മ പറയുമ്പോൾ അപ്പുറത്ത് അവരുടെ അമ്മയോ ചേച്ചിയോ എന്തോ ആണ് അവരുടെ റിലേറ്റീവിനെ കാണിക്കുകയാണ്. അത് കുറച്ച് പ്രായമുള്ള ഒരാളാണ്. അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തിയേറ്ററിൽ ഭയങ്കര ചിരിയായിരുന്നു. അവർ ചിരിപ്പിക്കാൻ വേണ്ടി തന്നെ ആ ക്യാരക്ടറിനെ അങ്ങനെ കൊണ്ടുവച്ചതാണ്. അങ്ങനെ കാണിക്കുന്ന ആ ആൾക്ക് പകരം നമ്മൾ ഈ സോക്കോൾഡ് നായക സങ്കല്പത്തിലൊക്കെ നിൽക്കുന്ന സ്കിൻ കളറും ഷേപ്പും ഒക്കെയുള്ള ഏജൊക്കെയുള്ള ഒരാളെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ചിരി വരാതിരിക്കുകയും ഇയാളൊരു കോമഡി ആയിട്ട് മാറുന്നത് എങ്ങനെയാണ്? മനുഷ്യനല്ലേടോ. അയാളെയും അങ്ങനത്തെ എലമെൻസിലാണ് ഇവർ ഈ കോമഡി കണ്ടെത്തുന്നത്. നമ്മൾ വിനീത് ശ്രീനിവാസൻ്റെ ഒരു ജാതി ജാതകമൊക്കെ അത് തിയേറ്ററിൽ ഒരുപാട് ആൾക്കാർ കൈയടിച്ച് കണ്ട് ഹിറ്റാക്കി മാറ്റിയിട്ടുള്ളൊരു സിനിമയാണ്. അതിൻ്റെ അകത്ത് സ്ത്രീകളെക്കുറിച്ചാണെങ്കിലും ഈ പറയുന്ന ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളെയും ഒക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതിന് നമ്മുടെ പ്രേക്ഷകർ കൈയടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഈ സിനിമയിലും അങ്ങനത്തെ കുറേ സീനുകളിൽ കയ്യടികൾ വീണിട്ടുണ്ട്. രമേഷ് പിഷാരടി വന്ന് ചെയ്തപ്പം രമേഷ് പിഷാരടി എന്ന് പറയുന്ന പെർഫോമർ അവിടെ നിറഞ്ഞു നിന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഹ്യൂമർ ഉണ്ട്. അതിൽ കുറച്ച് സോഷ്യോ പൊളിറ്റിക്കൽ സാധനങ്ങളൊക്കെ കണക്റ്റായി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഈ മനുഷ്യരെ അപഹാസ്യരാക്കിക്കൊണ്ട് പ്രായമായ മനുഷ്യന്മാർ ഒരു 30 കഴിഞ്ഞു, 40 കഴിഞ്ഞു, 50ലേക്ക് എത്തുന്നു, വേഗം പെണ്ണ് കെട്ടണം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന പുരുഷന്മാർക്ക് അവർക്കും ഇമോഷൻ ഉണ്ടോ, അവരും മനുഷ്യരാണോ എന്നൊക്കെ പറയാൻ തോന്നി. നിങ്ങൾ ഇതിനെയൊക്കെ കളിയാക്കി എത്ര നാൾ ഹ്യൂമർ കണ്ടെത്തും? നമ്മൾ ഈ പറയുന്ന നിറത്തിൻ്റെ പേരിൽ കളിയാക്കരുതെന്ന് പറഞ്ഞു, ഉയരത്തിൻ്റെ പേരിൽ കളിയാക്കരുത് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഈ പ്രായത്തിൻ്റെ പേരിൽ ആളുകളെ ഷെയിം ചെയ്യുന്നതിലും ഒരു മാറ്റം വരേണ്ടതുണ്ട് എന്ന് ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നി. അതിൽ ഇർഷാദ് അലിയുടെ ആ ഒരു ഏജിൽ നിൽക്കുന്ന ഒരാൾ, ഒരു പെൺകുട്ടി വന്നു, വിവാഹാലോചന വന്നു, അയാൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതിലെന്താ തെറ്റെന്താ? അതിനെ നിങ്ങൾ എന്തിനാ കോമഡി ആക്കുന്നത്? കുറച്ച് വിടർന്ന കണ്ണുകളും വലിയ ഭാവങ്ങളൊന്നും വരാത്ത ഒരു മുഖം ഒരാളിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നത് നിങ്ങൾ അയാളെ ഷെയിം ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനത്തെ കുറച്ച് ഹ്യൂമർ പരിപാടികൾ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കിയാൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അതൊക്കെ ഉള്ളൂ ഇതിനകത്ത് ഹ്യൂമർ എന്ന് പറയാനായിട്ട്. ഭയങ്കര ഒരു സിറ്റുവേഷണൽ ഹ്യൂമർ എന്ന് പറയാൻ ആകെ രമേഷ് പിഷാരടി വന്നു പോകുന്ന കുറച്ച് സമയം മാത്രമാണ്. പിന്നെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിനിമയിൽ ന്യായീകരിച്ച് മെഴുകും എന്ന് നമ്മൾ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ അവർ ന്യായീകരിച്ചിട്ടില്ല. അത് അങ്ങനെ ആസെറ്റ്സ് കാണിച്ചു എന്നുള്ളത് അതൊരു ആശ്വാസമാണ്. അതുപോലെ ഈ സിനിമയെക്കുറിച്ച് പിന്നെന്തെങ്കിലും പറയണമെങ്കിൽ ഞാനിതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അതുള്ളതുകൊണ്ട് ഞാൻ അത്രയും ഒന്നും കടക്കുന്നില്ല. വളരെ ചുരുങ്ങിയ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പറയുന്നതിൻ്റെ ഒരു സിനിമ ആവിഷ്കാരം എന്നുള്ള രീതിയിലാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തന്നിട്ടുള്ളൊരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ട് ട്വിസ്റ്റോ പരിപാടികളോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുഴപ്പമില്ലാത്ത ഒരു വൺ ടൈം വാച്ചബിൾ. പക്ഷേ അതിൻ്റേതായിട്ടുള്ള കുറേ ഫ്ലോസ് ഉണ്ട്, പ്രഡിക്റ്റബിൾ ആണ് എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ അടിപൊളി പടമാണ് എന്ന് ഫീൽ ചെയ്തേക്കാം. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കിത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.